ബുദ്ധിയെ കുറിച്ചും ഗർഭത്തിനെ കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചും പ്രേതത്തിനെ കുറിച്ചും പുനർജന്മത്തിനെ കുറിച്ചും ഒരു മനുഷ്യൻ ഇനി ഒരു വ്യക്തിയെടുത്ത് എങ്ങനെ ഇടപഴകണം, ഇതെല്ലാം ഭാഗവതത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മളല്ലാതെ പഠിക്കുന്ന ഇവിടെ എത്ര പേരാണ് ഇന്റഗ്രൽ കാൽക്കുലസ് പഠിച്ചിരിക്കുന്നത്? എന്നെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? സത്യം പറയണമെങ്കിൽ ഇതെല്ലാം, പക്ഷെ ഇത് നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആകുന്ന കാര്യമാണ്. അപ്പോ ഭാഗവതം തന്നെ പറയുന്നത് എങ്ങനെ കേൾക്കണം. സമുദ്ര തീരത്തിലുള്ള 4 ആൾക്കാരെ കുറിച്ച് പറയും. സമുദ്ര തീരത്തിൽ ഈ കപ്പലണ്ടി മിഠായി കഴിച്ചിട്ട് ലോകത്തിലുള്ള എല്ലാ കാര്യവും ചർച്ച ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമേ ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരെ പരിചയമുണ്ടോ? കേരളം മൊത്തം അങ്ങനത്തെ ആൾക്കാരാണ് ഇല്ലേ? അവർക്ക് അറിയാത്ത ടോപ്പിക്കേ ഉണ്ടാവില്ല. എന്ത് സംസാരിച്ചാലും അതിനെക്കുറിച്ച് അവർക്കൊരു തിയറി ഉണ്ടാവും. ഈ സമുദ്ര തീരത്തിരുന്ന് കപ്പലണ്ടിയും കഴിച്ചിട്ട് ഉമ്മൻചാണ്ടിയോ അത് 1 മണിക്കൂർ സംസാരിക്കും, രാഷ്ട്രീയോ അത് 1 മണിക്കൂർ സംസാരിക്കും, ഗെയിംസാ അത് എല്ലാ ടോപ്പിക്കും സംസാരിക്കും. ഇങ്ങനെ കുറച്ചാണ്. അവർക്ക് സമുദ്രത്തിന്റെ ആഴത്തിലുള്ള മുത്ത് കിട്ടുമോ? മുത്ത് കിട്ടുമോ? കിട്ടില്ല. രണ്ടാമത്തെ കൂട്ടം ജനങ്ങൾ ഈ തിരമാലയെ വേവ്സിനെ നോക്കി കളിക്കും. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് കാണാൻ പറ്റും. ഊന്ന് പറഞ്ഞു ഓടും, വേവ്സ് വന്ന് അതേ സ്പീഡിൽ തിരിച്ചു കൊടുക്കും. വീണ്ടും വേണം ഈ വേവ്സ് തിരമാലകളായത് വീണ്ടും ഫ്രണ്ടി കൊടുക്കും, അത് വരുമ്പോൾ വീണ്ടും വരും. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഇവർക്ക് മുത്ത് കിട്ടുമോ? അവർക്ക് കിട്ടും. പിന്നെ അല്പം ആൾക്കാർ വെള്ളത്തിൽ കളിക്കുന്നവരെ കാണും, അവർക്ക് മുത്ത് കിട്ടില്ല. ആര് സമുദ്രത്തിന്റെ ആഴത്തിൽ പോകുന്നോ അവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? മുത്ത് കിട്ടുള്ളൂ. അപ്പോ ഭാഗവതം എന്ന് പറയുന്ന ഇത്ര മഹത്തായ സത്യം, ഇതിനകത്ത് ഫുള്ളും സയൻസ് ആണ് ഉള്ളത്. എങ്ങനെ? ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തുകൊണ്ട് സമുദ്രജലത്തിന് ഉപ്പ് രസം ഇല്ലേ? നമ്മുടെ സമുദ്രത്തിലൊക്കെ സോൾട്ട് ടേസ്റ്റ് അല്ല ഇല്ലേ? അല്ലാതെ ഒരു പൈപ്പിൽ വരുന്ന നല്ല വെള്ളത്തിൽ വെച്ചൂടെ സമുദ്രത്തിൽ? എന്തുകൊണ്ട് ഉപ്പ് രസം? അപ്പോ അതിനകത്തൊരു ആൻസർ തരുന്നുണ്ട്. നല്ല വെള്ളവും ഉപ്പ് വെള്ളവും വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല വെള്ളം 3 ദിവസത്തിനകം ചീത്തയായിരിക്കും. നമുക്കതിനകത്ത് പുഴുക്കളും കൃമികീടങ്ങളും ഇതെല്ലാം കാണാൻ പറ്റും. പക്ഷെ അതേ വെള്ളത്തിനകത്ത് അല്പം ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ 100 വർഷമായാലും ഈ വെള്ളം എന്താകില്ല? ചീത്തയാകും. ജീവജാലങ്ങൾക്ക് ഇനി ഭൂമി ഉള്ളിടത്തോളം കാലം വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈശ്വരൻ സമുദ്രത്തിൽ എന്തിട്ട് വെച്ചിരിക്കുന്നത്? ഉപ്പുരസം ഇല്ലേ? ഇതിപ്പോ സയൻസ് ആണോ മതമാണോ? ഇത്ര വലിയ ഇൻഫർമേഷൻ ആണ് ഇത്. നമ്മൾ സയന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് എന്തിനാണ് സമുദ്രത്തിൽ ഉപ്പുരസം ചോദിച്ചാൽ അയാൾ എന്ത് പറയും? Na+Cl2 ഒരു ഈക്വേഷൻ. മനുഷ്യർക്ക് ഇതെല്ലാം മനസ്സിലാവും ഇല്ലേ? പക്ഷെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഇത് വായിച്ചാൽ പറയും ഇതെല്ലാം അന്ധവിശ്വാസികളാണ്, വേണ്ടാത്തവരാണ്, മുത്തശ്ശന്മാർക്ക് വേണ്ടി ഉള്ളതാ എന്ന് പറയും. ഇത് സത്യമാണ്. ഇത് ഓരോ ജീവനെയും ഉദ്ധരിക്കാനുള്ള ജ്ഞാനം ഇതിനകത്തുണ്ട്. അപ്പോ ആരാണോ സമുദ്രത്തിന്റെ ആഴത്തിൽ പോകുന്നത് അവർക്ക് മാത്രമാണ് മുത്ത് ലഭിക്കുക. അപ്പൊ ഭാഗവതം കേൾക്കുന്ന ആൾക്കാര് അത് അവരുടെ ജീവിതത്തിൽ 100% പകർത്താൻ കഴിവുള്ള വ്യക്തിക്ക് മാത്രം ഇതിന്റെ മുഴുവൻ ഫലവും കിട്ടും. ഇനി വെറുതെ കേട്ടിരുന്നാലും ഭാഗവതത്തിന്റെ ഗുണം ചെയ്യും. അപ്പൊ ആദ്യത്തെ അധ്യായത്തിൽ ഭാഗവതത്തിന്റെ കലികാല വിവരണമാവുന്നത്. എന്താണ് കലികാലത്തിൽ? ഓരോ ക്ഷേത്രങ്ങളും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും ഓരോ ആശുപത്രിയും സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കേണ്ട ആൾക്കാരെല്ലാം ആ ഉദ്യോഗത്തിനെ കച്ചവടമാക്കി മാറ്റും എന്ന് 5000 കൊല്ലങ്ങൾക്ക് മുമ്പേ ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എത്ര പേർ സമ്മതിക്കുന്നുണ്ട്? ക്ഷേത്രങ്ങളെല്ലാം കച്ചവട സ്ഥാപനം എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? വിദ്യാഭ്യാസം ഇന്ന് കച്ചവടമാണ്, സമ്മതിക്കുന്നുണ്ടോ? പിന്നെ ആശുപത്രികൾ കച്ചവടമാണ്, സമ്മതിക്കുന്നുണ്ടോ? പലപ്പോഴും വിവാഹവും കച്ചവടമാണ്, അത് സമ്മതിച്ചേ അല്ലേ? പക്ഷെ ഇത് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭാഗവതം എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം മഹാഭാരതത്തിൽ ഇദ്ദേഹത്തിന്റെ 4 സഹോദരന്മാരും വെള്ളം കുടിക്കാൻ ചെന്ന് മരിച്ചുപോയി. വിഷജലവും കുടിച്ച് ഈ യുധിഷ്ഠിരന്റെ 4 ഭീമ, അർജുന, നകുല, സഹദേവൻ 4 പേരും ഈ വിഷവെള്ളവും കുടിച്ച് വിഷജലവും കുടിച്ച് മരിച്ചുപോയി. അവരെ രക്ഷിക്കാൻ പോയപ്പോ
ധർമ്മരാജൻ യുധിഷ്ഠിരന്റെ അടുത്ത് 4 ചോദ്യങ്ങൾ ചോദിച്ചു പറഞ്ഞു, യുധിഷ്ഠിര, ഞാൻ കലികാലത്തിനെ കുറിച്ചാണ് നിന്റെ അടുത്ത് പറയുന്നത്. ഈ 4 റിഡിൽസ്, കടങ്കഥകൾക്കും നീ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ 4 സഹോദരന്മാരെയും ഞാൻ ജീവനോട് തിരിച്ചുവിടാമെന്ന്. യുധിഷ്ഠിരൻ ചോദിച്ചു, എന്താണ് കടങ്കഥ പറയും. അപ്പൊ 4 കടങ്കഥ പറഞ്ഞു. ആലോചിച്ച് നോക്കണം, 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്ത ഒരു കാര്യം ഇന്നും ആപ്ലിക്കബിൾ ആണ്. ആദ്യത്തെ റിഡിൽ, കടങ്കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു കലത്തിലുള്ള വെള്ളമെടുത്ത് 4 കലത്തിൽ നിറയ്ക്കാൻ പറ്റും. പക്ഷേ ഈ 4 കലവും ചേർന്ന് നിറച്ചാലും ആ ഒരു കലം നിറയില്ല. മനസ്സിലായോ? ഒരു പാത്രത്തിലുള്ള വെള്ളം നമ്മൾ 4 പാത്രത്തിൽ നിറച്ചു. പക്ഷെ ഈ 4 പാത്രം ചേർന്നാലും ഏത് നിറയ്ക്കാൻ പറ്റില്ല. ഇത് ഫസ്റ്റ്. രണ്ടാമത്തത്, ഒരു സൂചിയുടെ ദ്വാരത്തിൽ കൂടെ ആന കയറിപ്പോയി വാല് കുടുങ്ങി. സൂചിയുടെ ദ്വാരത്തിൽ കൂടെ ആര് കയറിപ്പോയി? ആന അപ്പുറത്ത് പോയി. പക്ഷെ കുടുങ്ങിയതാരാ? ആനയുടെ വാല് കുടുങ്ങി, ആന. മൂന്നാമത്തത്, വേലി തന്നെ ആ വിളവിനെ തിന്നുക. നാലാമത്തത്, ഒരു മുടിയുടെ നാരിഴ കൊണ്ട് വലിയ പർവ്വതത്തിനെ വലിച്ചു. ഈ 4 ക്വസ്റ്റ്യൻ ചോദിച്ചു, യുധിഷ്ഠിര, ഇത് കലികാലത്തിന്റെ സൂചനയാണ്, നിനക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയുമെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായ ഉത്തരം പറയുന്നവർക്ക് MC കൊണ്ടും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പാത്രത്തിൽ വെള്ളം 4 പാത്രത്തിൽ ഒഴിച്ചു, 4ഉം ചേർന്നിട്ട് ഒന്നിൽ നിറയ്ക്കാൻ പറ്റിയില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, കലികാലത്തിൽ അച്ഛനും അമ്മയും വയർപ്പും ചോരയും നീരും ഒഴുക്കി ജീവിതം ത്യാഗം ചെയ്തിട്ട് മക്കളെല്ലാം പഠിപ്പിച്ച് നിലയിലാണ്. പക്ഷെ ഈ മക്കളെല്ലാം ചേർന്നിട്ട് ആരെ നോക്കൂല? അച്ഛൻ ഓൾഡ് ഏജ് ഹോമിൽ. റൈറ്റ്? അച്ഛനും അമ്മയും ഒരു കലം ജീവിതം ത്യാഗം ചെയ്ത് ഇവരെല്ലാം നിറച്ചു. പക്ഷെ വയസ്സായപ്പോ ഇവരെല്ലാം ചേർന്ന് ആരെ നിറയ്ക്കാൻ പറ്റിയില്ല? ഈ വയസ്സായ അച്ഛനമ്മയും നിറയ്ക്കാൻ. 16 ഞങ്ങളുടെ ആശ്രമത്തിലൊക്കെ സ്ഥിരമുള്ളതാണ്. നമ്മൾ പോയി മരിച്ചു കഴിഞ്ഞാൽ അടിയന്തര കർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പൊ 16ന്റെ കർമ്മം ചെയ്യാൻ മകൻ വരില്ല. കാരണം മകൻ എവിടെയോ വിദേശത്താണ്, US-ലൊക്കെയാണ്. അപ്പൊ അവന് 16 ദിവസം ലീവ് കിട്ടൂല. അവൻ ഫോൺ വിളിച്ചിട്ട് പറയും, സ്വാമി 16ന്റെ കർമ്മം 4ൽ ചെയ്തേക്കെന്ന് പറയും. ഇങ്ങനെ ഇതെല്ലാം ശാപമായി തീരും. അപ്പോ അച്ഛനും അമ്മയും അവരുടെ ജീവിതം മുഴുവനും ത്യാഗം ചെയ്ത് ഇവരെ ചെയ്ത് നോക്കി. പക്ഷെ ഇവരെല്ലാരും ചേർന്നിട്ട് മാറി നോക്കാൻ പറ്റിയില്ല. ഒരു കലം 4 കലത്തിനെ നിറച്ചു, 4ഉം ചേർത്ത് ഒന്നിനെ. ശരിയാണോ തെറ്റാണോ? എപ്പോ ഡിസ്കസ് ചെയ്തിരിക്കുകയാണോ? ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഒരു സൂചിയുടെ ദ്വാരത്തിൽ കൂടെ ആന പോയി, ആര് കുടുങ്ങി? കലികാലത്തിൽ വലിയ കള്ളന്മാരെല്ലാം രക്ഷപ്പെടും, കുട്ടിക്കള്ളന്മാരെല്ലാം. അഥവാ മോഷണം ചെയ്യണമെങ്കിൽ മന്ത്രിമാരെ പോലെ 3000 കോടി 4000 കോടി അത്ര മാത്രമേ മോഷ്ടിക്കാം. അല്ലാതെ കറണ്ട് ബില്ല് അടയ്ക്കാത്തവൻ, വണ്ടിക്ക് ടാക്സ്, അവനെല്ലാം കൊടുക്കും. ആര് രക്ഷപ്പെടും? കോടികളും. ശരിയാ, കലികാലത്ത് അന്നേ. അതുകൊണ്ട് മോഷണം ചെയ്യണമെങ്കിൽ ദയവേത് ചെറിയ ലെവലിൽ ചെയ്യണം. വലിയ കള്ളന്മാരെല്ലാം രക്ഷപ്പെടും, ആന അപ്പുറത്ത് പോകും, ആര് കൊടുക്കും? ഇത് ശരിയാണോ കലികാലത്ത്? എത്രയോ കോടി മോഷ്ടിച്ചവർക്ക് ഒരു കുഴപ്പമില്ല. കറണ്ട് ബില്ല് അടയ്ക്കാതെ ഫ്യൂസ് എല്ലാം ഊരിക്കും. നാട്ടിൽ ഇതാണ് അവസ്ഥ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരാണോ സംരക്ഷിക്കേണ്ടത് അവര് തന്നെ ഇന്ന് ചൂഷണം ചെയ്യും. വിദ്യ കൊടുക്കേണ്ട അധ്യാപകൻ ജനങ്ങളെ ചൂഷണം ചെയ്യും. ഇത് ഹോസ്പിറ്റൽ അവരെ ചൂഷണം. ഇതെല്ലാം സത്യം. ഒരു ബിസിനസ്സാണ് ഇല്ലേ? ഒരു പരിധി വരെ ചിലർക്കൊക്കെ വിഷമം വരും, പക്ഷെ സത്യമാണ്. മെഡിക്കൽ കമ്പനിക്കാർ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് ഈ പ്രോഡക്റ്റ് ഇത്രയും വിറ്റ് കഴിഞ്ഞാൽ സിംഗപ്പൂരിലേക്ക് ഒരാഴ്ച വീട്ടിൽ. ഇതൊക്കെ സത്യമല്ലേ? ഇല്ലേ? ഇഷ്ടം. അതുകൊണ്ട് വെറുതെ വന്നവന് ഗ്ലൂക്കോസ് കുത്തി കയറ്റി വെച്ചു. ഒരു ആശുപത്രിയിൽ ഒരുത്ത വെറുതെ കിടക്കാണ്, 3 ദിവസം കൊണ്ട് ഗ്ലൂക്കോസ് കുത്തി കയറ്റി വെച്ചിട്ട് അവൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒന്നുമില്ല, ഒരു ജലദോഷത്തിന് വന്ന് എന്നെ പിടിച്ച് കിടത്തിയല്ലോ. അപ്പൊ അപ്പുറത്ത് പറ്റിയുള്ള പറയാം, നീ ജലദോഷത്തിന് ഞാൻ ഇവിടെ കൊറിയർ കൊടുക്കാമെന്ന എന്നെ പിടിച്ച് കിടത്തി കുത്തി കയറ്റാ. അപ്പൊ ഇത് തമാശയാണെങ്കിൽ ഒരു പരിധി വരെ ഇതിൽ സത്യമുണ്ടോ ഇല്ലേ? സത്യമുണ്ട്. അപ്പൊ ആരാണോ ആരെ സംരക്ഷിക്കേണ്ടത് അവര് തന്നെ ഇവരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിലായിപ്പോയി.
ഇതിന്റെ ഹൈറ്റാണ് എന്തെന്ന് വെച്ചാൽ, ദൈവം ഈ കുട്ടി ആരോഗ്യത്തോട് വളരുമെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയുടെ ഗർഭത്തിൽ അയച്ചപ്പോ അതിന് അനുയോജ്യമായ സർവത്ര സാഹചര്യം അവിടെ ഉണ്ട്. സൃഷ്ടിച്ച് ദൈവം അയച്ചപ്പോ ആ അമ്മ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാണ്ട്. ഇത് കലികാലത്തിൽ സംഭവിക്കും. ഇത് സംഭവിക്കുന്നത് തുടങ്ങുന്നവർ കുടുംബങ്ങളെല്ലാം നാനാദിശയിൽ പൊട്ടിപ്പോകും. അവിടെ ഒരു ബന്ധങ്ങളും ഉണ്ടാകില്ല എന്ന് അന്ന് തന്നെ ചർച്ച ചെയ്തില്ല. അങ്ങനെ 4 കാര്യം, 4 പറഞ്ഞു, 3. നാലാമത്തത്, ഒരു മുടിയുടെ നാരിഴ കൊണ്ട് വലിയ ഒരു പർവ്വതത്തിനെ കെട്ടി വലിച്ചുകൊണ്ടുപോകാൻ. ഇത്രയും ദോഷം കലികാലത്തിൽ ഉണ്ടെങ്കിലും ആരെങ്കിലും ദൈവത്തിന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ കുന്നുകൂടി കൂമ്പാരമായി കിടക്കുന്ന പർവ്വതങ്ങൾ, പാപത്തിന്റെ പർവ്വതം നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞു. അപ്പൊ 4 കാര്യം. ആദ്യത്തത് ഒരു പാത്രത്തിലുള്ള 4, പിന്നെ 4 തിരിച്ചു വയ്ക്കുക. അതെന്താണ്? മാതാപിതാക്കളെ നോക്കാത്തത്. രണ്ടാമത്തത്, ആന പോയി, വലിയ കള്ളന്മാർ രക്ഷപ്പെട്ടു, കുട്ടിക്കള്ളന്മാർ പോയി. മൂന്നാമത്തത്, ആരാണോ സംരക്ഷിക്കേണ്ടത് അവർ തന്നെ കലികാലത്ത്. നാലാമത്തത്, ദൈവത്തിന്റെ തിരുനാമം. ആ ബ്രഹ്മഭുവന പര്യന്തം സർവം മായാമയം ജഗത് സത്യം സത്യം പുനഃ സത്യം ഹരേർനാമൈവ ഹി കേവലം. ദൈവത്തിന്റെ നാമം ജപിക്കുന്ന ഒരാൾക്ക് അവനവന്റെ ജീവിതത്തിൽ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇതും പറഞ്ഞപ്പോഴാ 5000 കൊല്ലങ്ങൾ മുമ്പ് കലികാലത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കും. പണമായിരിക്കും എല്ലാത്തിൻ്റെയും ഒരു സ്കെയിൽ. ഞാൻ അടുത്താളെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നുള്ളത്, കുടുംബത്തിനകത്ത് പോലും പരസ്പര ബന്ധമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും എന്ന് അന്ന് ഭാഗവതത്തിൽ എല്ലാം ചർച്ച ചെയ്തിരിക്കുകയാണ്. മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യഹി ഉപദ്രുതഃ പ്രായേന അല്പായുഷ സഭ്യ കലൗസ്മിൻ യുഗേ ജനാഃ. കലിയുഗത്തിൽ ആൾക്കാരുടെ പ്രായം കുറഞ്ഞു വരും. കലിയുഗത്തിന്റെ മൂർത്തിമത് ഭാവത്തിലും ഒരു മനുഷ്യൻ 25 or 30 വർഷം മാത്രം ജീവിച്ചിരിക്കും. ആദ്യമൊക്കെ 100 ജീവിച്ചിരുന്നു. അപ്പൊ അതും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞതാണ്, എന്നാലും അറിയാൻ വേണ്ടി ഞാനിപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു. നമ്മുടെ ജീവിതമെല്ലാം ശ്വാസോച്ഛ്വാസം കൊണ്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രെത്ത്, ശ്വാസം, അല്ലാതെ ദിവസം കൊണ്ടല്ല നമ്മുടെ ലൈഫ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 70 വർഷം, 80 വർഷം, 90 വർഷം എന്ന് ഡേയ്സിന്റെ ഇതല്ല. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ എത്രയും ശ്വാസം വലിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ ജീവിതം നിശ്ചയിച്ചിരിക്കുന്നത്. ഉദാഹരണം, ഒരാള് 34,22,52,425 ശ്വാസം എന്ന് നിശ്ചയിച്ച് ഇവിടെ പറഞ്ഞു വിട്ടാൽ അവൻ 425 അടുത്ത വലിക്കാൻ ആളുകൾ. അപ്പൊ അതുകൊണ്ട് യോഗിമാർ എന്ത് ചെയ്യുന്നത്? ശ്വാസം വലിച്ച് പുറത്തുവിടൂല, പുറത്തുവിട്ട ചത്തുപോകും. ഈ പ്രാണായാമം ചെയ്യുന്ന എന്താ ചെയ്യണേ? ശ്വാസത്തിന്റെ ദീർഘത്തിനെ അവരെന്ത് ചെയ്യും? പതുക്കെ കൂട്ടും. അത് ശരിയാണ്. പതുക്കെ ശ്വാസം വലിച്ച് പതുക്കെ വിടുന്ന ആൾക്ക് ശരീരത്തിൽ ഒരു കുഴപ്പം കാണില്ല, പ്രഷർ കാണില്ല, കൊളസ്ട്രോൾ കാണില്ല, ഒന്നും കാണില്ല. അതുകൊണ്ട് ആ ഗീത ദേഷ്യപ്പെടുന്നത് കാമക്രോധ വേണ്ട എന്ന് പറയാൻ കാരണം എന്താണ്? ദേഷ്യം വന്നാൽ ഒരാൾ എങ്ങനെ ശ്വസിക്കും? പെട്ടെന്ന് ശ്വസിക്കും, പെട്ടെന്ന് വലിച്ച് പെട്ടെന്ന് ചത്തു. അപ്പൊ അവന്റെ ശ്വാസത്തിന്റെ ഗതി കൂടുന്നു. അപ്പൊ ദേഷ്യം വരുമ്പോ ശ്വാസം കൂടും. അപ്പൊ അവന്റെ ടൈമിംഗ് പെട്ടെന്ന് ഇല്ലാതായി. അതുകൊണ്ട് യോഗയിൽ എന്താ പറയണേ? ശ്വാസം വലിച്ച് പതുക്കെ വിടാം. അപ്പൊ അവന്റെ ലൈഫ് ടൈം ശാന്തി സമാധാനത്തോടെ ജീവിക്കും. പഴയ മുത്തശ്ശിനെ കണ്ടിട്ടില്ലേ? എനിക്കറിയാം, ഒരു മുത്തശ്ശി 90-ാം വയസ്സിൽ മതിലിൽ കയറി ചക്ക വലിച്ചിടുന്ന സ്ത്രീയാണ്. അത്രയും ആരോഗ്യം. ഇപ്പൊ 40 ആകുമ്പോഴേ അവിടെ വയ്യ ഇവിടെ വയ്യ, നട്ട് ബോൾട്ട് എല്ലാം ഇളകി കിടക്കാം. അന്ന് 80 അത്രയ്ക്ക് ആരോഗ്യം, മനസ്സ് സമാധാനത്തോടെ. ആ മുത്തശ്ശന്മാർക്കൊക്കെ ഒരു തോർത്തും കാണും, ഒരു മുണ്ടും കാണും, ഇത്രയേ കാണും. വീട്ടിന്റെ മുറ്റത്ത് ഒരു കട്ടിലിൽ കിടന്ന് പറഞ്ഞു, ഒരു ചിന്തയും വിഷമവും ദുഃഖം, അത്രയ്ക്ക് ആരോഗ്യം. ഇനി യോഗ ചെയ്യാൻ പറഞ്ഞാലോ പതുക്കെ ചെയ്യും, അങ്ങനെ വലിച്ച് അങ്ങനെ ഇട്ട്. പക്ഷെ ഇപ്പൊ എല്ലാരും ജിമ്മിൽ പോയി, ആണും പെണ്ണും ജിമ്മിൽ പോകണം. എന്തിനാണെന്നോ? ശ്വാസത്തിന്റെ ഗതി നീട്ടണം. അത് നീട്ടുമ്പോ മനസ്സത്രയും ശാന്തിയും സമാധാനവുമാണ്. ഇങ്ങനെയായിരുന്നു പഴയ ആൾക്കാർ, കുറച്ചും കൂടെ ആരോഗ്യത്തോടെ. അപ്പോ ഭാഗവതത്തിൽ വ്യക്തമായി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് കലികാലത്തിൽ ഇത്രയും ദോഷം, പാപങ്ങൾ
ദൈവത്തിന്റെ നാമം ഭജിക്കുമോ അവർക്ക് മാത്രമേ ഈ ജീവിതത്തിൽ ഒരു ഉത്തരമുള്ളൂ. അപ്പൊ അത് നമ്മൾ നാമം ജപിക്കുന്നതിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ആ ഭാഗവതം അവസാനത്തെ ശ്ലോകം പറയുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിപരം. ആരെല്ലാം ദൈവത്തിന്റെ ഈശ്വരന്റെ നാമം ജപിക്കുന്നുണ്ടോ അവർക്ക് മാത്രമേ ഈ ലോകത്തിലുള്ള വിമോചനമുള്ളൂ, അല്ലാതെ ആർക്കും തന്നെ ഇല്ല എന്ന് തീർത്തു പറയുന്നു. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ രാധാരമണ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ അടുത്തത് ഭാഗവതത്തില് ഉത്സാഹത്തിനെ കുറിച്ച് പറയുന്നു. ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ഉത്സാഹം അനുസരിച്ചാണ് ജീവിതത്തിന്റെ പല പൂട്ടുകൾ, ചില കെണികൾ നമുക്ക് തുറക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഇപ്പോ കേരളത്തിലായിക്കോട്ടെ ഭാരതത്തിലായിക്കോട്ടെ അനേകം ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് നമുക്ക് ഗീതയും ഭാഗവതവും പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു. പിന്നെ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഈശ്വരൻ ഒരു കല്ലോ ശിലയോ ബിംബമോ ഇതൊന്നുമല്ല. പ്രതിമാ നഹീതു സാക്ഷാത് വ്രജേന്ദ്രനന്ദന. പ്രതിമയല്ല, ഒരു ശിലയല്ല, കല്ലല്ല, ദൈവമാണ്, വ്യക്തിയാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അദ്ദേഹം വ്യക്തി തന്നെയാണ്. എത്രയോ അതിശയങ്ങളും ലീലകളും ഇവിടെ നമ്മളെ ചുറ്റിയും നടന്നിട്ടുണ്ട്. അപ്പോ ആ ഉത്സാഹം, ഇതിപ്പോ ഭാഗവതം ഗീതയൊക്കെ പഠിക്കുന്ന ഉത്സാഹം വളരെ അത്യാവശ്യമാണ്. അല്ലാതെ ഭൗതിക കാഴ്ചപ്പാട് കൊണ്ടല്ല ജീവിതം മുന്നോട്ട് വരും. നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. പണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനൊരു സക്സസ്ഫുൾ മാനാണ്, അല്ലെങ്കിൽ ഇത്ര വീട് പണിത് കഴിഞ്ഞാൽ അയാൾ ഒരു സക്സസ്ഫുൾ മാനാണ്, അല്ലെങ്കിൽ അവന്റെ കുഞ്ഞുങ്ങൾ ഈ നിലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ മാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അന്ധമായി ചില ലക്ഷ്യങ്ങളെ വെച്ചിരിക്കും. എല്ലാ സാഹചര്യത്തിലും അത് ശരിയാവണമെന്നില്ല. ഈ പള്ളിയിൽ ഒരു മണിയടിക്കുന്ന ഒരു കപ്പ്യാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് പള്ളി, പണ്ട് അമ്പലത്തിലും അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അമ്പലങ്ങളിലൊക്കെ ഈ ഒരു മണിയാവുമ്പോൾ ടിങ് എന്ന് പറഞ്ഞു ഒന്നടിക്കും, രണ്ടാവുമ്പോൾ രണ്ടടിക്കും, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ എത്രയോ ഇതുണ്ടായിരുന്നു. പിന്നെ ചർച്ചിലും അത് കോപ്പി ചെയ്ത് ചർച്ചുകളിലും ബെല്ലടിക്കുന്ന ഒരു കപ്പ്യാറുണ്ടായിരുന്നു. ഈ മണിയടിക്കുന്ന വ്യക്തിക്ക് എഴുതാനും പഠിക്കാനും ഒന്നും അറിയില്ല. അപ്പൊ എല്ലാ മാസവും ശമ്പളം മേടിക്കാൻ പോകുമ്പോൾ പള്ളിയിൽ അച്ഛൻ പറയും ഇതിൽ ഒപ്പിട്ടിട്ട് ശമ്പളം. അപ്പൊ ഈ മനുഷ്യന് എഴുതാനും പഠിക്കാനും ഒന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇയാൾ തമ്പ് ഇംപ്രഷൻ വെക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞു, നാണക്കേട്, നമ്മുടെ പള്ളിയുടെ ഇടവകയിൽ എത്ര സ്കൂളുകളുണ്ട്, എല്ലാം ആശുപത്രിയുണ്ട്, കോളേജുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്ന നിനക്ക് ഒരു ഒപ്പിടാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേട്. അടുത്ത മാസം ശമ്പളം മേടിക്കാൻ വരുമ്പോ
നീ വന്ന് ഒപ്പിട്ട് പഠിച്ചിരിക്കണം, പഠിച്ചില്ലെങ്കിൽ നിനക്ക് ഇവിടെ ജോലിയില്ല. അടുത്ത മാസം ശമ്പളം മേടിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പഠിച്ചില്ല. അച്ഛൻ ദേഷ്യം വന്ന് ഇയാൾ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞു. അയാൾ എവിടെയൊക്കെയോ ചുറ്റി നടന്ന് കുറച്ച് പൈസയില്ല അവിടെ ഇവിടെ കടം മേടിച്ച് ഒരു വെട്ടിക്കടയൊക്കെ തുടങ്ങി. അങ്ങനെ 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 വളർന്ന് 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 വലിയ ഒരു കോംപ്ലക്സിന്റെ ഉടമയാണ്. അപ്പൊ ഒരു ദിവസം ഉദ്ഘാടനത്തിന് ബാങ്ക് മാനേജർ വന്നു, ചെക്കിൽ ഒപ്പിടാൻ പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പഴയ പോലെ എന്ത് ചെയ്യുന്നു, തമ്പി ഇംപ്രഷൻ. മാനേജർ ചോദിച്ചു, സാറിന് എഴുതാൻ പഠിക്കാറുണ്ടോ? ഇല്ല. അയ്യോ, എഴുതാൻ പഠിക്കാറുണ്ടാതെ തന്നെ ഈ നിലയിലെത്തിയോ? ഇനി എഴുത്തും പൊത്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു? അയാൾ പറഞ്ഞു, ഇപ്പോഴും ഞാൻ കപ്പിയാരായിട്ടാണ് ഫ്രണ്ട് ചെയ്യുന്നത്. അപ്പോ ഈ ലോകത്തിൽ ഇതിൽ കൂടെ പോയാൽ മാത്രമേ വിജയിക്കൂ എന്നുള്ളത് വലിയ ഒരു തെറ്റിദ്ധാരണയാണ്. ആ മനുഷ്യന്റെ ആത്മാവിൽ ഉണ്ടാകുന്ന ചില ഉണർവുകളാണ് അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒരു മാർഗത്തിൽ കൂടെ പോയാൽ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. 3 കുട്ടികൾ മെഡിക്കൽ കോളേജിലെല്ലാം എന്താ പറയുക, റോറിംഗ് മാർക്സിൽ കളർഫുള്ളായിട്ട് എല്ലാം പഠിച്ച് ഡോക്ടറായിട്ട് റോട്ടിലാണ്. അപ്പൊ ദൂരെ നോക്കിയപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ നടത്തുക. അപ്പൊ ഈ 3 കുട്ടികളും ചർച്ച ചെയ്യാം. അയാൾക്ക് ആർത്രൈറ്റിസ് ആയിരിക്കും. അതാണ് നടക്കുന്ന കണ്ടാൽ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അവൻ ആർട്ട് ഉറപ്പാണ്. ഉടനെ രണ്ടാമത് പറഞ്ഞു, അതൊന്നുമില്ല, അത് ന്യൂറോ പ്രോബ്ലം. ഈ 3ഉം ഒരേ ഡിസ്കഷനോടെ ഡിസ്കഷൻ. അപ്പൊ ആ മനുഷ്യൻ നടന്നു ഇങ്ങനെ വന്നു. അപ്പൊ 3 ചോദിച്ചു, ചേട്ടൻ എന്താ പറ്റി, എന്തിനാ ഇങ്ങനെ? ആർത്രൈറ്റിസ് അല്ലേ? അയ ചെരുപ്പിന്റെ വള്ളി കൊട്ടിപ്പോകും, അതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതല്ല ജീവിതം. ഇതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളെല്ലാവരും ഈ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട പോലെ അങ്ങനെ പോകും, അവിടെ തന്നെ ഇത് തന്നെ ചെയ്യും. അങ്ങനെ ആവണമെന്നില്ല. അപ്പോ ഓരോ ആത്മാവും ദൈവത്തിന്റെ അംശമാണ്. അവൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരുപാട് വാതിലുകൾ അടഞ്ഞാണ് അവൻ ജനിക്കുന്നത്. അവൻ എപ്പോ വീണ്ടും ദൈവത്തിനെ ഓർത്തു തുടങ്ങുന്നു, ഇവന്റെ മൂടിക്കിടക്കുന്ന മേഘങ്ങളായ മൂടുപടലങ്ങളെല്ലാം തുറക്കുകയും അവൻ ഉജ്ജ്വലനായി ജ്വലിക്കുകയും ചെയ്യും ഈ ഭൂമി. അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസം വളരെ അത്യാവശ്യമെന്ന് പറയും. ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതിനും എന്താ വേണ്ടത്? ഉത്സാഹം. അപ്പൊ ആദ്യത്തെ അധ്യായത്തിൽ ഉത്സാഹത്തിനെ കുറിച്ച് പറയുന്നു. രാമായണത്തിൽ അതിന് അങ്കദനാണ് ഉദാഹരണം. ഈ സീതയെ അന്വേഷിച്ചു പോയ വാനര സൈന്യത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? അങ്കദൻ. കുറച്ച് ഓവർ സ്മാർട്ട് കൂടെയാണ്. ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഉണ്ടാവില്ല, എല്ലാത്തിലും ഫ്രണ്ടിൽ പോയി നിൽക്കും, അവിടെ കയറും ഇവിടെ കയറും. പ്രായം കുറഞ്ഞ ആൾ അങ്കദൻ കുറച്ച് ഒരു ഓവർ സ്മാർട്ടുമാണ്. ആൾ ഭയങ്കര ഉത്സാഹമാണ്. അപ്പൊ എപ്പോ ശ്രീരാമൻ ഒരു സേവനം പറഞ്ഞാൽ ഇനി നമുക്ക് വനം കടക്കണം, ആര് മുന്നോട്ട് പോകും? അങ്കദൻ. ഞാൻ പോകും. ഉടനെ സുഗ്രീവൻ പറയും, പ്രഭോ ഇവനയക്കും, ഇത് കൊച്ചുകുട്ടിയാണ്. അത് മാത്രമല്ല, ഈ ഓവർ സ്മാർട്ട്നെസ് എവിടെയെങ്കിലും ചെന്ന് അടി വാങ്ങിച്ചു. ലോകം മൊത്തവും ഇവന്റെ അച്ഛന്റെ മരണത്തിന് ഞാനാ കാരണം എന്ന് പറയും. ഇപ്പൊ ഇവൻ കൂടെ ചത്തുപോയാൽ 17-14 ലോകം എന്നെ പഴിച്ചൊല്ലും. അതുകൊണ്ട് പ്രഭു ഇവനയക്കും. ഇത് കേൾക്കുമ്പോൾ അങ്കദന് സങ്കടം വരും. വീണ്ടും അടുത്ത ദിവസം ഏതെങ്കിലും സേവനം ഞാൻ വരാം. അടുത്ത ദിവസം സുഗ്രീവൻ പറയും, പ്രഭു ഇവനയക്കും. ഇങ്ങനെ നിരന്തരം ഡെയിലി പ്രോഗ്രാം. എന്ത് സേവ പറഞ്ഞാലും അല്ലേ, ഇപ്പൊ ചിലരൊക്കെ ഉണ്ടാവും ഫ്രണ്ടിൽ വന്ന് ചെയ്യാം. ചിലരെ സേവ പറഞ്ഞ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് കുടുങ്ങിയാലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ചെയ്യാം എപ്പോഴും ഫ്രണ്ടിൽ വരും. ഉടനെ സുഗ്രീവൻ പറയും, പ്രഭു ഇവനയക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇവർ ഏകദേശം രാമേശ്വര തീരത്തിലെത്തി. പാലവും പണിതു. എന്നിട്ടും ശ്രീരാമൻ പറഞ്ഞു, നമുക്ക് ഒന്നും കൂടെ രാവണന്റെ അടുത്ത് ഒരു വാണിംഗ് കൊടുക്കാം, യുദ്ധം ഒഴിവാക്കാം. കാരണം യുദ്ധം ചെയ്താൽ നമ്മുടെ സൈഡിലുള്ള വാനരങ്ങൾ മരിക്കും, അവരുടെ സൈഡിലുള്ള എത്രയോ യോദ്ധാക്കൾ വെറുതെ മരിച്ചു പോകും. ലക്ഷ്മണ, അതുകൊണ്ട് ഒരു ലാസ്റ്റ് ചാൻസ് രാവണന് ഒരു മെസ്സേജ് കൊടുത്ത് യുദ്ധം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ. ലക്ഷ്മണൻ ചോദിച്ചു, പ്രഭു എന്താണ്, ഇപ്പോഴാണോ ദയ കാണിക്കേണ്ട നേരം? അവൻ സീതയെ കൊണ്ടുപോയി 1 കൊല്ലമായി അപഹരിച്ചു വെച്ചിരിക്കുകയാണ്. സീതാദേവി കണ്ണീരും കുടിച്ചാണ് അവിടെ അശോകവനത്തിൽ കഴിയുന്നത്. ഇപ്പൊ ദയ കാണിക്കേണ്ട സമയമൊന്നല്ല. എന്നാലും ശ്രീരാമചന്ദ്രൻ, ഇല്ല ലക്ഷ്മണ, ഒരു ദയ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ അയച്ച് അവസാനത്തെ ഒരു മെസ്സേജ്. ഇപ്പോഴും കാലം അതിക്രമിച്ചിട്ടില്ല. ഹേ രാവണ,
സീതയെ രാമന്റെ പക്കൽ വിട്ടുകൊടുത്ത് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഒഴിവാക്കാം. ഇതാണ് മെസ്സേജ്. ആര് പോകും? ഞാൻ പോവാം. ഉടനെ സുഗ്രീവൻ പറഞ്ഞു, പ്രഭു രാവണന്റെ അടുത്തായി ഇവനായിരിക്കണം. ഇവൻ രാവണന്റെ പ്ലേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയി മാറും. ഈ രാവണൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആരെങ്കിലും മെസ്സഞ്ചർ വന്ന് നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ അവനെ വെട്ടി തിന്നണം. അപ്പൊ അങ്കദൻ രാവണന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയി മാറും. അതുകൊണ്ട് പ്രഭു ഇവന് ഇതും കൂടെ കേട്ടപ്പോ അങ്കദന് ഭയങ്കര കാരണം ഇതും കഴിഞ്ഞ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ കരഞ്ഞ് വിഷമിച്ചപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി അങ്കദനെ വിളിച്ച് ആലിംഗനം ചെയ്ത്, അങ്കദ നിനക്ക് ചെയ്യണം എന്നാ ശരി പോയിക്കോ. സുഗ്രീവൻ പറഞ്ഞു, പ്രഭോ ഇന്ന് തിരിച്ചു വരോ? ഇല്ല, അവൻ പോട്ടെ. കാരണം ഗുരുവിന്റെ വാക്കിലാണ് അതിനകത്ത് ശക്തിയുള്ളത്. അത് ചെയ്യാനുള്ള ഉത്സാഹം. രാവണന്റെ ശക്തി എവിടെയാണ്? അങ്കദന്റെ ശക്തി എവിടെയാണ്? ഉറപ്പായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആവും. എന്നാൽ അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് സന്തോഷം, സേവ കിട്ടി ചാവൻ മരണത്തിലോട്ട് പോകുന്നു. ഇത്രയും സന്തോഷത്തോടെ മരിക്കാൻ പോവാം. പക്ഷെ സന്തോഷത്ത് അവിടെ ചെന്ന് രാവണന്റെ കൊട്ടാരത്തിൽ തിരശീലകൾ പിടിച്ച് ആടുകയും ജന്നൽ പിടിച്ച് ബൾട്ടി അടിക്കുക, സോമർ സാൾട്ട് അടിക്കുക. അവിടെ ചെന്നിട്ട് വാൽമീകി രാമായണത്തിൽ വിശദീകരിക്കാം. വലിയ ഒരു കൊട്ടാരത്തിൽ രത്നസിംഹാസനത്തിൽ അതിഗംഭീരനായ അവിടെ രാവണൻ ഇരിക്കുന്നുണ്ട്. അങ്കദൻ ചെറിയ പാറ്റ പോലെ അവിടെ വന്നിട്ട് ഈ ജന്നലിന്റെ തിരശീലയിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് ആടിക്കൊണ്ട്, രാക്ഷസ രാജ രാവണ, ഇപ്പോഴും സമയം ചീത്തയായി, നീ സീതയെ വിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. രാവണൻ പറഞ്ഞത് ഏതാ സാധനം? അത്രയ്ക്ക് ഉത്സാഹം, മരണത്തിന്റെ വായിൽ പോയിട്ട് അവർക്ക് ഉത്സാഹം. അപ്പൊ ഉടനെ രാവണൻ പിടിക്കാൻ പറഞ്ഞപ്പോ ഈ അങ്കദൻ അവിടെ ചാടി. ഇത് പിടിക്കാൻ പറ്റിയില്ല, ചെറിയ സാധനം അവിടെ ചാടി, ഇവിടെ ചാടി. അവിടെ സന്തോഷത്തിൽ തിരിച്ച് രാമന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ശ്രീരാമചന്ദ്രമൂർത്തി ഗോരി ആലിംഗനം ചെയ്തു. വാൽമീകി മഹർഷി പറയാ, ഈ സേവ ചെയ്യാൻ ഒരു യോഗ്യതയും അങ്കദനില്ലായിരുന്നു. പക്ഷെ ഉത്സാഹം, ചെയ്യണമെന്ന ഉത്സാഹം, ആ ഉത്സാഹം വലിയ പർവ്വതത്തിനെ അങ്കദനെ കൊണ്ട് കടത്തി. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു ലിമിറ്റഡ് കപ്പാസിറ്റിയിലാണ് ജനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അധികം ടാലന്റും എല്ലാവർക്കും, ചിലർ പാടാനറിയാം, ചിലർ കാണാനറിയാം, ചിലർ പപ്പടം പറക്കാനറിയാം. ഇങ്ങനെ ഒരു ലിമിറ്റഡ് ടാലന്റാണ്. എപ്പോ അവൻ ഈശ്വരന്റെ തൃപ്പാദത്തിൽ വരെയും ആത്മീയ ചിന്ത വരികയും അവന്റെ നിഗൂഢമായ പല വാതിലുകൾ തുറക്കാൻ തുടങ്ങും, അതീവ ശക്തനായി മാറും. ആ ഈശ്വര ചിന്തയ്ക്ക് ആദ്യത്തെ പടിയാണ് ദിവസവും നമ്മൾ നാമം ജപിക്കുക എന്ന് പറയും. 108 പ്രാവശ്യം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. ഇത് ആത്മീകതയുടെ ആദ്യത്തെ പടി. ഇതെന്താണെന്നുള്ളത് കൂടുതൽ നമ്മൾ നാളെ വിശദീകരിക്കും. നാളെ നമ്മൾ 2ാമത്തെ അധ്യായത്തിലും 3ാമത്തെ അധ്യായത്തിലോട്ടും കടക്കും. അപ്പൊ ഓരോ അധ്യായത്തിലുമുള്ള ഗുണപാഠങ്ങളും തത്വവും ആ കഥകളും അതിന്റെ പുറകെയുള്ള സിദ്ധാന്തവുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ. ജയ ജയ ഭാഗവത ദേവ